പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിവിധ യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം, യൂറോപ്യൻ ബന്ധങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ, ഇന്ത്യയിൽ ആധിപത്യമുറപ്പിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാമത്തെ യൂണിറ്റായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗത്തിന്റെ പാർട്ട് 1 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കഥയോടുകൂടിയാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് കുരുമുളകിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഐ ആം പെപ്പർ. ക്യാൻ ഐ ഇൻവൈറ്റ് യു ടു ദ യൂറോപ്പ് എ ഫ്യൂ സെഞ്ചുറീസ് എഗോ? കുരുമുളക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യം പറയുകയാണ്. ദ റൂറൽ ഫോക്സ് ഇൻ യൂറോപ്പ് would kill some of their cattle for meat and preserve it for the prolonged winter season. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് യൂറോപ്പിലെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഇറച്ചിയാക്കി സൂക്ഷിക്കുന്നത്? The heavy snowfall in the winter was not favorable for the grass to grow in the cattle fields. ശൈത്യകാലമാകുമ്പോൾ ഒരുപാട് മഞ്ഞുവീഴ്ചയുണ്ടാകും യൂറോപ്പിൽ. അപ്പോൾ മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർക്കുമായിരുന്നില്ല. Both the people and cattle faced the shortage of food during the season. ഈ സമയത്ത് മനുഷ്യർക്കും കന്നുകാലികൾക്കും ഒരുപോലെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമായിരുന്നു. The solution for this was to preserve the cattle meat as a food for winter. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് അവർ പരിഹാരം കണ്ടിരുന്നത്. Remember that there was neither electricity nor refrigerator of any kind during that time. ഇന്ന് വൈദ്യുതിയും റെഫ്രിജറേറ്ററും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമായിരുന്നു അതെന്ന് ഓർമ്മ വേണം. So they found me effective in preserving the meat and making it tastier. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും ഭക്ഷണത്തിന് രുചി നൽകുന്നതിനും യൂറോപ്യന്മാർ കുരുമുളകിനെ ഉപയോഗിച്ചിരുന്നു. ഇൻ ഷോർട്ട്, ഐ വാസ് ഇന്നെവിറ്റബിൾ ഫോർ ദം. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. ഞാനെന്ന് പറയുന്നത് ഇവിടെ കുരുമുളകാണ്. യൂറോപ്യന്മാർക്ക് കുരുമുളക് ഏറെ അത്യാവശ്യമുള്ള ഘടകമായിരുന്നു. മൈ ഫ്രണ്ട്സ് കാർഡമം, സിന്നമൺ ആൻഡ് ജിഞ്ചർ, ആൾ സ്പൈസസ് ലൈക്ക് ഐ ആം, were also loved by them. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. കാർഡമം എന്ന് പറയുന്നത് എന്താണ്? ഏലം. എന്താണ് സിനമൺ? കറുവപ്പട്ട. ജിഞ്ചർ എന്താണ്? ഇഞ്ചി. കുരുമുളകിനോടൊപ്പം ഈ സുഗന്ധദ്രവ്യങ്ങളും യൂറോപ്യന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. The traders came in search of us from the time immemorial. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ യൂറോപ്യന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഈ സുഗന്ധദ്രവ്യങ്ങൾ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ ഇന്ത്യയിലെത്തിയിരുന്നു എന്നാണ് കുരുമുളക് ഇവിടെ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കുരുമുളക് ഇവിടെ പറഞ്ഞത്? മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് യൂറോപ്പിലെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. അതിനുള്ള കാരണം, ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർക്കുമായിരുന്നില്ല. ഈ സമയത്ത് മനുഷ്യർക്കും കന്നുകാലികൾക്കും ഒരുപോലെ ഭക്ഷ്യക്ഷാമം നേരിടുമായിരുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിനവർ പരിഹാരം കണ്ടെത്തിയിരുന്നത്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും യൂറോപ്യന്മാർ കുരുമുളകിനെ ആശ്രയിച്ചിരുന്നു. കുരുമുളക് തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പെപ്പർ, കുരുമുളകിനെയാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ഇനി പാഠപുസ്തകത്തിൽ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്റ്റോറി? ഇതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നാണ് ചോദ്യം. ഡ്യൂറിംഗ് ദ വിന്റർ യൂറോപ്പ് എക്സ്പീരിയൻസ്ഡ് ഫുഡ് ഷോർട്ടേജസ്. ശൈത്യകാലത്ത് യൂറോപ്പിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. ദ സൊല്യൂഷൻ ഫോർ ദിസ് വാസ് ടു പ്രിസർവ് ദ കാറ്റിൽ മീറ്റ് ആസ് ഫുഡ് ഫോർ വിന്റർ. കാലികളെ കൊന്ന് ശൈത്യകാലത്തേക്ക് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. പെപ്പർ വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു കീപ് ദ മീറ്റ് ഇൻടാക്ട് ഫോർ എ ലോങ് ടൈം. ഇറച്ചി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി
കുരുമുളക് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. Traders have been coming to India since ancient times to collect pepper. കുരുമുളക് ശേഖരിക്കാൻ വേണ്ടി പുരാതന കാലം മുതലേ കച്ചവടക്കാർ ഇന്ത്യയിലെത്തിയിരുന്നു. ഇതിൽ നിന്നും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് the spices of our land were essential to the foreigners. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. The traders all over the world used to visit here to collect the spices. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. അത്രമാത്രം പ്രശസ്തമായിരുന്നു നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തിന് തടസ്സമുണ്ടാവുകയും ഈ പശ്ചാത്തലത്തിൽ പുതിയ വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതുമൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. Who were the Europeans who came to India for trade? കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയായിരുന്നു? The Portuguese, the Dutch, the English and the French. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ആദ്യമെത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പഠിക്കാം. ഫ്രം പോർച്ചുഗൽ ടു കാലിക്കട്ട്. പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് ഇൻ ദ മന്ത് ഓഫ് മെയ് 1498. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം. 3 huge ships anchored at കാപ്പാട് നിയർ കാലിക്കട്ട്. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. The languages and dress code of mariners in the ships were quite different from the native people. തദ്ദേശീയരായ ആൾക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഭാഷയും വേഷവിധാനങ്ങളുമായിരുന്നു കപ്പലിലെത്തിയ നാവികരുടേത്. They were a group of sailors from Portugal under the leadership of Vasco da Gama. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായെത്തിയ വാസ്കോ ഡ ഗാമയും സംഘവുമായിരുന്നു അത്. പോർച്ചുഗീസുകാരുടെ സമുദ്രമാർഗമുള്ള ഈ വരവ് ഇന്ത്യാ ചരിത്രത്തിൽ നിർണായകമായ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. Who is the first Portuguese navigator to visit India in seaway? സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ. പോർച്ചുഗീസ് നാവിഗേറ്റർ വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കേരള ഇൻ ദ ഇയർ. എപ്പോഴാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത്? 1498. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് വാസ്കോ ഡ ഗാമയും സംഘവും എത്തിയത്. വാസ്കോ ഡ ഗാമയും സംഘവും കോഴിക്കോടെത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. The Samorin, the then ruler of Calicut, did not provide trading facility to Vasco da Gama. So he left for Kannur, gathered necessary goods and then returned to Portugal. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? സാമൂതിരി രാജാവ്. സാമൂതിരി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. Why did the sailors from Portugal go to Kannur? എന്തുകൊണ്ടാണ് പോർച്ചുഗലിൽ നിന്നെത്തിയ നാവികർ കണ്ണൂരിലേക്ക് പോയത്? The Samorin, the ruler of Calicut, did not provide trading facilities to Vasco da Gama. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവടത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് വാസ്കോ ഡ ഗാമയും സംഘവും കണ്ണൂരിലേക്ക് പോയത്. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടുന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അത്രമാത്രം വിഭവങ്ങളുമായിട്ടാണ് വാസ്കോ ഡ ഗാമ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയത്. അൽമേഡ ആൻഡ് അൽബുക്കർക്ക്
2 sailors from Portugal reached here for trade following Vasco da Gama. വാസ്കോ ഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. Other sailors from Portugal came to Kerala for trade. Who are they? പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലേക്കെത്തിയ മറ്റു നാവികർ ആരൊക്കെയാണ്? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. അൽമേഡയും അൽബുക്കർക്കുമാണ് വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികർ. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നെന്നറിയാമോ? ഗോവ ആൻഡ് ദാമൻ ആൻഡ് ദിയു വേർ ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ്. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. വിച്ച് വേർ ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഓർമ്മിച്ചു വെക്കണം, പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ വരവ് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെയുണ്ടാക്കി എന്ന് നോക്കാം. ദേ കൺസ്ട്രക്റ്റഡ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. വിച്ച് ആർ ദ ഫോർട്ട്സ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ കേരള. കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ ഏതെല്ലാമാണ്? സെന്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് തൃശൂർ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ദ പോർച്ചുഗീസ് വെയർ ആൾസോ നോൺ ആസ് പറങ്കീസ്. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഹു വെയർ നോൺ ആസ് പറങ്കീസ്. ആരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത്? പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എറ്റ്സെട്ര that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. വിച്ച് ആർ ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർ പരിചയപ്പെടുത്തിയ കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ. ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. കാർഷിക വിളകൾ മാത്രമല്ല പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇവിടെ എത്തിയത്. The widespread use of printing machine and the development of the art form ചവിട്ടുനാടകം were some of the impacts of Indo-Portuguese relationship. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയതിന്റെ ഭാഗമായിട്ടാണ്. ഓർമ്മിച്ചു വയ്ക്കുക, അച്ചടിയന്ത്രവും ചവിട്ടുനാടകം എന്ന കലാരൂപവും ഇന്ത്യയിൽ പ്രചരിച്ചത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. ദ ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ്ഡ് സെവറൽ ഫീൽഡ്സ് ഓഫ് കേരള. എക്സ്പ്ലെയിൻ. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. വിവരിക്കുക. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് നോക്കാം. The trade relation with the Portuguese greatly influenced the agricultural sector of Kerala. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തി. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. The widespread use of printing machine and the development of the art form ചവിട്ടുനാടകം were some of the impacts of Indo-Portuguese relationship. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. മലയാളം വേർഡ്സ് ലൈക്ക് മേശ, കസേര, കുശിനി,
ആൻഡ് വരാന്ത വെയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ്. മേശ, കസേര, കുശിനി, വരാന്ത തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെയാണ്. പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെ കേരളത്തിൽ രൂപപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? മേശ, കസേര, വരാന്ത, കുശിനി. ദ പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തു പറയുന്നത് എന്താണെന്ന് നോക്കാം. The Portuguese could not establish many trade centers in India. Let us examine the reason for it. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാരണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്? They did not have enough economic and military resources to compete with other European powers. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോയതിന്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. They faced resistance from native forces. അതുമാത്രമല്ല, പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയാമോ? കുഞ്ഞാലി മരക്കാഴ്സ്, ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. ആരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ? പോർച്ചുഗീസുകാർക്കെതിരായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാക്കന്മാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിവരായിരുന്നു ഇവരിൽ പ്രമുഖർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച ശേഷം ശിരസ് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും മനസ്സിലായല്ലോ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാർ ആയിരുന്നു. Why couldn't the Portuguese establish many trade centers in India? നമ്മൾ വളരെ വിശദമായി ഇതിന്റെ ഉത്തരം ഇപ്പോൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? They did not have enough economic and military resources to compete with other European powers. പോർച്ചുഗീസുകാർക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി ഉണ്ടായിരുന്നില്ല. They faced resistance from native forces. അതുമാത്രമല്ല, പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഒന്നാമത്തെ പാർട്ട് ക്ലാസ് അവസാനിക്കുകയാണ്. ഈ യൂണിറ്റിന്റെ തുടർന്നുള്ള ഭാഗവും തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.